പ്രമേഹ രോഗികൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണുള്ളത്. ഇത് കൃത്യമായി നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ പ്രമേഹം നമുക്കൊരു പരിധിവരെ നിയന്ത്രിക്കുവാനും ഇൻസുലിന്റെ അളവ് കൂട്ടി വരാതെ നിയന്ത്രിച്ചു നിർത്താനും നമുക്ക് സാധിക്കുന്നതാണ്. രോഗികളായിട്ടുള്ള പല ആളുകളും ചോദിക്കാറുണ്ട്, വീട്ടിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ പലതരത്തിലുള്ള പണികൾ എടുക്കാറുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് വ്യായാമം ചെയ്യേണ്ടതില്ലല്ലോ ഡോക്ടറെ എന്ന് ചോദിക്കാറുണ്ട്. ഡോക്ടർ ഹിഷാം ഹൈദർ, വണ്ടൂർ. പ്രമേഹ രോഗികളുടെ ഭക്ഷണ രീതിയെക്കുറിച്ചും പ്രമേഹ രോഗികൾ ഒരു ദിവസം കഴിക്കേണ്ട ഭക്ഷണ ക്രമത്തെക്കുറിച്ചും ഭക്ഷണ പ്ലാനിനെ കുറിച്ചും ഡയബറ്റിക് ഡയറ്റ് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. പരമാവധി വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. പ്രമേഹ രോഗ സാധ്യതയുള്ള ആളുകളും പ്രമേഹ രോഗികളായ ആളുകൾക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. കൃത്യമായി നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ പ്രമേഹം നമുക്കൊരു പരിധിവരെ നിയന്ത്രിക്കുവാനും അതിൻ്റെ മരുന്നിൻ്റെ ഡോസ് കൂട്ടി വരാതെ ഇൻസുലിന്റെ അളവ് കൂട്ടി വരാതെ നിയന്ത്രിച്ചു നിർത്താനും നമുക്ക് സാധിക്കുന്നതാണ്. പ്രമേഹ രോഗികൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണുള്ളത്. പ്രമേഹം നിയന്ത്രിച്ചു നിർത്തുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. ഒന്ന് ഭക്ഷണ നിയന്ത്രണവും ഭക്ഷണ ക്രമീകരണവുമാണ്. രണ്ടാമത്തേത് വ്യായാമം, എക്സസൈസ് ആണ്. മൂന്നാമത്തേത് പ്രമേഹത്തിന് വേണ്ടി കഴിക്കുന്ന മരുന്നുകളാണ്. മരുന്നുകളോട് കൂടെ നിർബന്ധമായും ചെയ്യേണ്ട 2 കാര്യങ്ങളാണ് ഈ വ്യായാമവും ഭക്ഷണത്തിന്റെ നിയന്ത്രണവും. ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ പ്രമേഹം നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. മരുന്നിന്റെ ഉപയോഗം കൂട്ടി വരേണ്ട ഒരവസ്ഥയിലേക്കും ഭാവിയിൽ അത് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്കും പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പരമാവധി ഈ പറയുന്ന ഭക്ഷണ രീതികളെക്കുറിച്ച് ശ്രദ്ധിക്കാനും ഇത് പ്രമേഹ രോഗികൾക്ക് അറിയിച്ചു കൊടുക്കാനും പ്രമേഹ രോഗികളായ ആളുകൾ ഇത് നിയന്ത്രിക്കാനും ശ്രദ്ധിക്കുക. ആദ്യമായി നാം ഭക്ഷണ രീതിയിൽ വരുത്തേണ്ട മാറ്റം എന്ന് പറയുന്നത് അരി ഭക്ഷണം. എല്ലാവർക്കും അറിയുന്നത് പോലെ കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള അരി ഭക്ഷണം പരമാവധി ഉപയോഗം കുറക്കുക. അതിന് പകരമായിട്ട് അരി ഭക്ഷണത്തിൻ്റെതായിട്ട് വെള്ള അരിക്ക് പകരം കുത്തരി അല്ലെങ്കിൽ ബ്രൗൺ റൈസ് പരമാവധി ഉപയോഗിക്കുക. അതും ലിമിറ്റ് ചെയ്ത് മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്ന വിഭവങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ ഗോതമ്പ് പൊടിച്ചത് വാങ്ങാതെ അത് റിഫൈൻ ചെയ്ത് അതിലെ ഫൈബറിൻ്റെ അളവെല്ലാം കുറയാൻ സാധ്യതയുണ്ട് എന്നുള്ളതിനാൽ അത് പരമാവധി ഗോതമ്പ് വാങ്ങി അത് പൊടിച്ചുകൊണ്ട് അതുകൊണ്ടുണ്ടാക്കുന്ന പലഹാരങ്ങൾ, ചപ്പാത്തി ആണെങ്കിലും എന്താണെങ്കിലും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രധാനമായിട്ടും ബേക്കറി, അതുപോലെ ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, മധുര പലഹാരങ്ങൾ എന്നിവ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ പഞ്ചസാരയുടെ ഉപയോഗം, അഥവാ പഞ്ചസാര എന്ന് പറയുന്നത് ഒരു വൈറ്റ് പോയിസൺ ആണ്. പഞ്ചസാര, ശർക്കര എന്നിവയുടെ ഉപയോഗം നിയന്ത്രിച്ചു നിർത്തുക. പ്രമേഹ രോഗികളായ ആളുകൾ, പ്രമേഹ രോഗ സാധ്യതയുള്ള ആളുകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടത് പുകവലിയും മദ്യപാനവുമാണ്. പുകവലിയും മദ്യപാനവും മറ്റെല്ലാ ജീവിതശൈലി രോഗങ്ങളെ പോലെ തന്നെ ഇതിനും ഒരു പ്രധാന വില്ലൻ തന്നെയാണ്. അതുപോലെ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ രാഗി പോലെയുള്ള ഓട്സ് ഇങ്ങനെയെല്ലാം ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഓട്സ് ആകുമ്പോൾ ഹോൾ ഗ്രെയിൻ ഓട്സ്, അതിൻ്റെ ഫൈബറിൻ്റെ അളവ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഓട്സ് ആണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ ഇലക്കറികൾ, പച്ചക്കറികൾ, സലാഡ്സ് ഇങ്ങനെയുള്ള കൂടുതലായിട്ട് ഫൈബറിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക. പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കുക. അതുപോലെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഭക്ഷണത്തിലെ സമയം പാലിക്കുക എന്നുള്ളത്. എല്ലാ ദിവസവും സ്ഥിരമായിട്ട് രാവിലെ, ഉച്ചക്ക് അങ്ങനെ കഴിക്കുന്ന നേരങ്ങൾ, സ്നാക്സ് അങ്ങനെ എല്ലാ സമയവും കൃത്യപ്പെടുത്തിയിട്ട് സ്ഥിരമായിട്ട് ഒരു പ്ലാനോട് കൂടി മാത്രം ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. പ്രമേഹ രോഗികൾ ഓരോ സമയവും കഴിക്കേണ്ട ഭക്ഷണത്തിൻ്റെ ഏകദേശം ഒരു പ്ലാൻ, ഒരു ചെറിയൊരു ഡയറ്റ് പ്ലാൻ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ്, രാവിലത്തെ ഭക്ഷണം ഒരു 8 മണിയോടുകൂടി രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. പ്രധാനമായിട്ടും ചപ്പാത്തി ആണെങ്കിൽ 2 ചപ്പാത്തി, ദോശയാണെങ്കിൽ 2 ദോശ കഴിക്കുക. അതിൻ്റെ കൂടെ കുറച്ച് പ്രോട്ടീൻസ് അഥവാ 2 മുട്ടയുടെ വെള്ള അല്ലെങ്കിൽ കടല, പയർ എന്നിവ കറി വെച്ചോ വേവിച്ചോ കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ സലാഡ്സ് എന്ന് പറയുമ്പോൾ അതിലേക്ക് തക്കാളി, അതുപോലെ കക്കരിക്ക ഇങ്ങനെയുള്ള പച്ചക്കറികൾ, ബ്രോക്കോളി എല്ലാം ഉപയോഗപ്പെടുത്തി അരിഞ്ഞിട്ട് അത് സലാഡ്സ് ആയിട്ട് എല്ലാ ഭക്ഷണ സമയത്തും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, അതിനുശേഷം ഒരു 11 മണിയാകുന്ന സമയത്ത് ഒരു ഇടക്കാല സ്നാക്സ് ആയിട്ട് ഒരു ഗ്രീൻ ടീ അല്ലെങ്കിൽ ബ്ലാക്ക് ടീ ഉപയോഗിക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ നട്ട്സ്, ബദാം, കപ്പലണ്ടി എന്നിവയെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊന്ന്, ഉച്ചഭക്ഷണം
ഭക്ഷണം ലഞ്ച് ഉച്ചക്ക് 1 മണി മുതൽ അല്ലെങ്കിൽ 2 മണി വരെ ഈ സമയത്ത് തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. അത് കൂടുതലായിട്ട് ഒരു പ്ലേറ്റിൽ 20-30% അരി ഭക്ഷണം, അത് കുത്തരിയാണ് ഉപയോഗിക്കേണ്ടത്. ഈ അരി ഭക്ഷണവും അതുപോലെ അതിൻ്റെ കൂടെ കുറച്ച് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള കടല, പയർ, അങ്ങനെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം ചേർക്കുക. കൂടുതലായിട്ട് ഇലക്കറികളും പച്ചക്കറികളും കൊണ്ട് ഉണ്ടാക്കിയ തോരനുകളെല്ലാം ഉപയോഗിക്കുക. സലാഡ്സ്, എല്ലാ ഭക്ഷണ സമയത്തും സലാഡ്സ് അരിഞ്ഞ് അതും കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ 4 മണി സമയത്ത് ഒരു ഗ്രീൻ ടീ അല്ലെങ്കിൽ ബ്ലാക്ക് ടീ കുടിക്കാവുന്നതാണ്. ഇനി ഡിന്നർ, രാത്രി സമയത്തെ ഭക്ഷണത്തിന് ചപ്പാത്തി ആണെങ്കിൽ 2 ചപ്പാത്തി, അല്ലെങ്കിൽ ഓട്സ് കൊണ്ടുണ്ടാക്കിയ, രാഗി കൊണ്ടുണ്ടാക്കിയ പലതരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാവുന്നതാണ്. അതിലേക്ക് കുറച്ച് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത് അല്ലെങ്കിൽ കുറച്ച് സലാഡ്സ് അരിഞ്ഞ് കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഫ്രൂട്ട്സ്, പഴവർഗ്ഗങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, പൂർണ്ണമായി ഒഴിവാക്കണം എന്നൊന്നുമല്ല പറയാറുള്ളത്. ഫ്രൂട്ട്സ് കൂടുതലായിട്ട് കഴിക്കാൻ പറ്റുന്നത്, പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ ഉപയോഗപ്പെടുത്താവുന്നത് ആപ്പിൾ, ഗ്രീൻ ആപ്പിൾ, അതുപോലെ പേരക്ക, അതുപോലെ തന്നെ അധികം പഴുത്തിട്ടില്ലാത്ത പപ്പായ, ഇതെല്ലാം പ്രമേഹ രോഗികൾക്കും പ്രമേഹ രോഗ സാധ്യതയുള്ള ആളുകൾക്കും കഴിക്കാവുന്നത് നല്ലതാണ്. പ്രമേഹ രോഗികളായ ആളുകൾ ഭക്ഷണ ക്രമീകരണത്തോടൊപ്പം പ്രധാനമായി തന്നെ ചെയ്യേണ്ട ഒന്നാണ് വ്യായാമം അല്ലെങ്കിൽ എക്സസൈസ് എന്ന് പറയുന്നത്. സ്ഥിരമായി എല്ലാ ദിവസവും വ്യായാമം ചെയ്യുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. പല ആളുകളും, രോഗികളായിട്ടുള്ള ആളുകൾ, പല ആളുകളും ചോദിക്കാറുണ്ട്, വീട്ടിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ പലതരത്തിലുള്ള പണികൾ എടുക്കാറുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് വ്യായാമം ചെയ്യേണ്ടതില്ലല്ലോ ഡോക്ടറെ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് അവർ ശ്രദ്ധിക്കേണ്ടത്, നിർബന്ധമായിട്ടും വ്യായാമം സ്ഥിരമായിട്ട് ചെയ്യേണ്ടതുണ്ട്. പഴയ കാലത്തുള്ള ആളുകൾ ചെയ്തിരുന്ന പണികളൊന്നുമല്ല നമ്മളിപ്പോൾ ചെയ്യുന്നത്. എല്ലാത്തിനും അധികത്തിനും ഉപകരണങ്ങളും മെഷീനുകളൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് തടി അളകിയിട്ടുള്ള വ്യായാമങ്ങൾ, എക്സസൈസ് ചെയ്യേണ്ടതുണ്ട്. രാവിലെ ആണെങ്കിൽ ഒരു 20 മിനിറ്റ് 30 മിനിറ്റോളം നടക്കാൻ ശ്രദ്ധിക്കുക. മറ്റു എക്സസൈസുകൾ, പലതരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരു ദിവസം ചുരുങ്ങിയത് നടത്തവും വ്യായാമവുമായിട്ട് 40-45 മിനിറ്റ് ഏറ്റവും ചുരുങ്ങിയത് വ്യായാമത്തിന് വേണ്ടി മാത്രം, എക്സസൈസിന് വേണ്ടി മാത്രം മാറ്റിവെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രമേഹ രോഗികളായിട്ടുള്ള ആളുകൾ ഈ ഭക്ഷണ ക്രമീകരണം നന്നായിട്ട് ചെയ്യുന്നതോടൊപ്പം, ഭക്ഷണം നിയന്ത്രിക്കുന്നതോടൊപ്പം, വ്യായാമം കൃത്യമായി ചെയ്യുന്നതോടൊപ്പം തന്നെ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മരുന്നിൻ്റെ ഉപയോഗം ഡോക്ടറെ കണ്ട് നന്നായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഗുളികകളാവാം, അല്ലെങ്കിൽ ഇൻസുലിൻ ആവാം, അതുപോലെ ഹോമിയോപ്പതി മരുന്നുകളാവാം. ഇതെല്ലാം കൃത്യമായി കൊണ്ട് മാത്രം, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക. ഇങ്ങനെ ഭക്ഷണവും വ്യായാമവും കൃത്യമായി നിയന്ത്രിക്കുകയാണെങ്കിൽ ഈ മരുന്നിൻ്റെ ഉപയോഗം കുറക്കാനും അതിൻ്റെ അളവ് കൂട്ടാതെ നിയന്ത്രിച്ചു നിർത്താനും സാധിക്കുന്നതാണ്. എല്ലാ ആളുകളും ഈ പ്രമേഹ രോഗത്തെ സംബന്ധിച്ചിട്ടുള്ള ഈ ഡയറ്റ് പ്ലാന് പരമാവധി ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി എല്ലാ ആളുകളിലേക്കും ഷെയർ ചെയ്യുക. ഉപകാരപ്പെടുന്ന വീഡിയോ ആണെന്ന് തോന്നുകയാണെങ്കിൽ പരമാവധി ഷെയർ ചെയ്യുക. ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.